അതെങ്ങനെ ഉസ്താദ് ഓതുക? പെണ്ണ് അശുദ്ധിയല്ലേ? അശുദ്ധിയല്ല, പ്രസവത്തോടു കൂടിയാണ് അശുദ്ധിയാവുന്നത്. പ്രസവിക്കുന്നതിന് മുമ്പ് അവൾക്ക് ശുദ്ധിയുണ്ട്. പ്രസവത്തോടു കൂടി അവൾ അശുദ്ധിയിലേക്കാവുള്ളൂ. പ്രസവത്തിന് മുമ്പ് അവൾക്ക് ശുദ്ധിയാണ്. ആ സമയത്ത് അവൾക്ക് ഖുർആൻ പാരായണം ചെയ്യാം, ദിക്റുകളും ഔറാദുകളും നടത്താം. പ്രസവം കഴിഞ്ഞാലും അവൾക്ക് സ്വലാത്തുകൾ ചെല്ലാം, ദിക്റുകൾ ചെല്ലാം. ഇതാണ് ശർഅ അനുവദിച്ചതാകുന്ന കാര്യം. മനസ്സിലാക്കണം. നമ്മൾ പല സ്ത്രീകളും ഓർക്കുന്നോ ഖുർആൻ എങ്ങനെ ഓതുന്നു? അതേ ഖുർആൻ നമ്മൾ ഒന്നുവെടുത്ത് ഇത്തികാഫിന് നിയ്യത്ത് വെച്ചിരുന്നാലേ ഖുർആൻ ഒത്തു വരും. അങ്ങനെയല്ല. ആയത്തുൽ കുർസി കാണാതെ പഠിച്ചിട്ട് നമ്മൾ അങ്ങനെ പതുക്കെ ആയത്തുൽ കുർസി അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. ഇനി അത് ഓതാൻ ബുദ്ധിമുട്ടാണോ? എന്നാൽ സ്വലാത്ത് ചെല്ലും, ദിക്റുകൾ ചെല്ലും. വെറുതെ കിടക്കണ്ട, അയ്യോ പൊത്തോന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നിൽക്കണ്ട. നീ ആ സമയത്ത് നിന്റെ ചുണ്ടനക്കി നല്ല ദിക്റുകൾ ചെല്ലിന്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതേ സമയത്ത് ഭർത്താവ് ഒളിയിരുന്നിട്ട് സൂറത്ത് മറിയം ഓതുക. അതിലുള്ള ചരിത്രമായി പറയുന്നത് കേൾക്കിൻ. എന്താണ് ഇത് സംഭവം? മറിയം ബീവി നിസാരക്കാരിയല്ല. മറിയം ബീവി നല്ല ചൂടുള്ള കാലഘട്ടത്തിൽ മാത്രം ഭരിക്കുന്നതാകുന്ന കായ്കനികൾ അതിതണുപ്പുള്ളതാകുന്ന കാലഘട്ടത്തിൽ മറിയം ബീവി കഴിക്കുമായിരുന്നു. പരിശുദ്ധ ഖുർആൻ പറയാ. ഈ മറിയം ബീവി ആരാ? ഈസാ നബിയുടെ ഉമ്മയാണ്. ഈസാ നബിയെ വാപ്പയില്ലാതെ പടച്ചതാകുന്ന സ്ത്രീയാണ്. ആര്? മറിയം ബീവി റളിയല്ലാഹു അൻഹ. വലിയ മഹദിയാണ്, ഭയങ്കര ക്ഷമാശീലയാണ് അവർ. ഭയങ്കര സംഭവമാണ്. അന്നാലകി ഹാദാ ഖാലതു ഹുവ മിൻ ഇൻദില്ലാഹ്. ഇതെവിടുന്നാണ് പൊന്നുമോളെ നിനക്കിത് കിട്ടിയത് എന്ന് സക്കരിയാ നബി അലൈഹിസ്സലാം ചോദിക്കുമ്പോ സക്കരിയാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഹുവ മിൻ ഇൻദില്ലാഹ്. ഇത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതാ, അല്ലാഹു തന്നതാണ്. ഇത് റബ്ബ് എനിക്ക് തന്നതാ. അപ്പൊ മനസ്സിലായി ഇവിടെ മലക്കുകൾ വരുന്ന സ്ഥല, ഇതൊരു സാധാരണ സ്ഥലമല്ല എന്ന് ആർക്ക് മനസ്സിലായി? ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാമിന് മനസ്സിലായി. ഇത് മലക്കുകൾ വരുന്ന സ്ഥലം, ഇതൊരു സാധാരണ സ്ഥലമല്ല. അതുകൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഈ സ്ഥലം എനിക്ക് കുറച്ചു നേരം തരണം കേട്ടോ. എന്താ കാര്യം? എനിക്ക് മക്കളില്ല, എനിക്കൊന്ന് ദുആ ചെയ്യണം റബ്ബിനോട്. മക്കളില്ലാതിരിക്കാൻ ആര്? സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇതാണ് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നത്. ചില സ്ഥലങ്ങൾക്ക്, ചില സന്ദർഭങ്ങൾക്ക്, ചില സമയത്തിന് ശ്രേഷ്ഠതയുണ്ട്. ആ സ്ഥലത്തെത്തിയിട്ട് ദുആ ചെയ്യും. ഇപ്പൊ നമ്മൾ അമ്പിയാക്കൾ, ഔലിയാക്കളുടെ മക്കത്തുക്കളുടെ മക്കബറയിൽ ചെന്ന് സിയാറത്ത് ചെയ്യുന്ന എന്തിനാ? അവരുടെ ആ സ്ഥലത്തിന്റെ പോരിശ, അവരുടേതാകുന്ന ദറജ അത് മുൻനിർത്തി നമ്മൾ ചോദിക്കുമ്പോൾ പ്രത്യേകമായി അള്ളാഹു ഒരു പരിഗണന നൽകും. നമ്മൾ നമ്മുടെ വീടിനകത്തളത്തിൽ ഇരിക്കുന്നതിനേക്കാൾ നമ്മുടെ പള്ളിയിൽ വന്ന് നമസ്കരിച്ചിട്ട് നമ്മൾ ദുആ ചെയ്യുന്നത് എന്തിനാ? ആ പള്ളിക്കൊരു പവിത്രതയുണ്ട്. ഇത് അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടതാകുന്ന ഭവനമാണ്. ഈ ഭവനത്തിൽ വന്നിരുന്നുകൊണ്ട് ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പുണ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. എന്തിനാണ് ഹബീബായ നബി തങ്ങൾ ഹജ്ജിന് വേണ്ടി പോകുമ്പോഴും ഉംറയ്ക്ക് പോകുമ്പോഴും നമ്മൾ സിയാറത്ത് ചെയ്യുന്നത്? ആ പ്രവാചകരുടെ തിരുചാരത്തെത്തിയിട്ട് നമ്മൾ അമലുകളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി പടച്ച റബ്ബിനോട് തേടിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കുമെന്നുള്ളത് ഉലമാക്കൾ രേഖപ്പെടുത്തി വെച്ച വസ്തുതയാണ്. അതിനുവേണ്ടിയാണ് ആ പ്രവാചകന്റെ തിരുചാരത്തേക്ക് നമ്മൾ ഓടിച്ചെല്ലുന്നത്. അതായത് ഓരോ സ്ഥലത്തിനും സന്ദർഭത്തിനും പ്രത്യേകതയുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ മറിയം ബീവിയുടെ ആ സ്ഥലം ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു വാങ്ങുകയാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് അങ്ങോട്ട് ഇബാദത്ത് എടുക്കാൻ തുടങ്ങി, നമസ്കരിക്കാൻ തുടങ്ങി. പരിശുദ്ധ ഖുർആൻ. അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തോട് മകനാകുന്ന യഹ്യ എന്നൊരു മകനെ കൊണ്ട് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ആ യഹ്യ എന്ന മകൻ ആർക്ക് അഡീഷണൽ ഹെൽപ്പറാണ്? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന് അഡീഷണൽ ഹെൽപ്പറാണ്. അത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകും. ആയത്ത് ഇതാണ്, ശ്രദ്ധിക്കുക. بسم الله الرحمن الرحيم فنادته الملائكة وهو قائم يصلي في المحراب أن الله يبشرك بيحيى مصدقا بكلمة من الله وسيدا وحصورا ونبيا من الصالحين. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയുടെ മെഹ്റാബിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇതാ മലക്കുകൾ വിളിക്കുകയാണ്. അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്. നിങ്ങൾക്കിതാ യഹ്യ എന്നൊരു മകനെ പ്രവാചകനായി നൽകുകയാണ്. ഈ പ്രവാചകൻ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്,
അല്ലാഹുവിന്റെ കുൻ എന്ന വാക്കിലൂടെ മറിയം ബീവിയിൽ ഉണ്ടായി തീർന്നതായ ഈസാ നബിയെ വാസ്തവീകരിക്കുന്നവനത്രേ. മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്. ഈ ഒരൊറ്റ ആയത്തിൽ നിന്നാണ് ഉലമാക്കൾ പിടിച്ചത്. യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരുടെ അഡീഷണൽ ഹെൽപ്പറാണ്? ആരുടെ അഡീഷണലാണ്? ഈസാ നബിയുടെ. പരിശുദ്ധ ഖുർആൻ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ കലിമത്ത് കുൻ എന്ന വാക്കിലൂടെയാണ് ആരുണ്ടായിത്തീരുന്നത്? വാപ്പയില്ലാർക്ക് ഈസാ നബിക്ക്. തഫ്സീറുകളിൽ കാണാം മറിയം ബീവിയുടെ പോക്കറ്റിലേക്ക് വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഊതുകയായിരുന്നു എന്ന് വരെ ചരിത്രത്തിൽ. അതിലൂടെ ഗർഭം ധരിക്കാൻ. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ വേണ്ടി ഒരു വാപ്പാണ് ആവശ്യമില്ല എന്ന് പഠിപ്പിക്കാൻ ശറഅയിലൂടെ അല്ലാഹു വ്യക്തമാക്കുകയാണ്. നമ്മളെ പഠിപ്പിച്ചത് അല്ലാതെ ഇതിങ്ങനെ എന്താ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തു ചിന്തിക്കണ്ട. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിലെല്ലാം കഴിവുള്ളവനാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അങ്ങനത്തെ കുൻ എന്ന വാക്കിലൂടെ മറിയം ബീവിയുടെ വയത്തിൽ ഉണ്ടായിത്തീർന്നാകുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വാസ്തവീകരിക്കുന്നതായ ഒരു പ്രവാചകനായി അദ്ദേഹത്തിന്റെ അഡീഷണൽ ഹെൽപ്പറായിട്ടാണ് ബഹുമാനപ്പെട്ടതാകുന്ന യഹ്യ എന്ന ഒരു മകനെ നിങ്ങൾക്ക് നാം സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് പ്രവാചകനായി നൽകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. അദ്ദേഹം നിന്നുകൊണ്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ മലക്കുകൾ വന്നത്. അതിൽ നിന്ന് മറ്റൊരു പാഠം, മക്കൾ വേണമേ എന്ന് പറഞ്ഞുകൊണ്ട് മക്ബറുകൾ മാത്രം വിരാജിച്ചിട്ട് കാര്യമില്ല. നീ നമസ്കാരവും ഇബാദത്തും തഖ്വയും ഉള്ളവനായി അല്ലാഹുവിന്റെ മുന്നിൽ നമ്രശിരസ്കരനായി നിൽക്കുന്നവനുമാകണം. സിയാറത്ത് സുന്നത്താണ്. ആ സുന്നത്ത് മാത്രം തേടി പോകരുത്. എന്തുകൂടി ശ്രദ്ധിക്കണം? നിന്റെ ജമാഅത്തിനെ ശ്രദ്ധിക്കണം. പുരുഷന്മാർ നിന്റെ ജുമഅയെ ശ്രദ്ധിക്കണം. ഇന്ന് മക്ബറകളിൽ പലതും കാണുന്നുണ്ട്. പലരും പറയും യാത്രക്കാരാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും പലതും നമ്മൾ ദർശിക്കുന്നുണ്ട്. സിയാറത്ത് മാത്രം ലക്ഷ്യം വെക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പറയാതിരിക്കാൻ പറ്റൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്ന് പറഞ്ഞാൽ സിയാറത്ത് മാത്രം ചെയ്യുക. ഇവിടെ ജമാഅത്ത് അടക്കമായിരിക്കും, ജമാഅത്തിനൊന്നും കയറുന്നില്ല. ഇവിടെ വന്നിട്ട് ഫാത്തിഹ ഓതിയിട്ട് വേഗം സലാമത്താക്കുക. അത് പറ്റൂല. ജമാഅത്തായ നമസ്കാരം നമ്മൾ ശ്രദ്ധിക്കണം. ജുമുഅ ശ്രദ്ധിക്കണം. നമസ്കാരങ്ങളെ ശ്രദ്ധിക്കണം. സ്ത്രീകൾ പ്രത്യേകമായി അവരുടെ ശുദ്ധിയുടെ സമയത്ത് വളരെ ശ്രദ്ധിക്കണം. അശുദ്ധിയുള്ള സമയത്ത് ആ ഭാഗത്തേക്ക് പോകണ്ട. ഔലിയാക്കളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അശുദ്ധിയുള്ള സമയത്ത് പോകണ്ട. വളരെ ശ്രദ്ധിക്കണം. കാരണം ശുദ്ധിയോടുകൂടി അവരെ കാണുകയുള്ളൂ. അവ ശുദ്ധിയുള്ള സമയത്ത് അവിടെ നമസ്കാരം നടക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് നിങ്ങൾ ഇരുന്നു കൊണ്ട് സിയാറത്ത് ചെയ്താൽ അത് നമസ്കരിക്കുന്നതാകുന്ന ആളുകൾക്കിടയിൽ പോലും ഒരു ആശങ്ക പടർത്തും. എന്തേ ഈ പെണ്ണ് നമസ്കരിക്കാത്തത്? ഒരുപക്ഷെ നീ യാത്രക്കാരനായിരിക്കാം, ഒരുപക്ഷെ നീ യാത്രക്കാരിയായിരിക്കാം. അതുകൊണ്ട് തന്നെ ളുഹറിന്റെ അസറിന്റെ സമയത്ത് ചെന്ന് സിയാറത്ത് ചെയ്യുന്ന പെണ്ണാകുന്ന നീ ളുഹറിന്റെ സമയത്ത് തന്നെ അസർ കൂടി നമസ്കരിച്ചിട്ടായിരിക്കാം അവിടെ സിയാറത്ത് ചെയ്യുന്നത്. പക്ഷെ ജനങ്ങൾക്കിടയിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ കടന്നു വരുന്നത് കൊണ്ട് അതിന്റെ സമയത്ത് നീ ഒന്ന് ശ്രദ്ധിക്കണേ. അതിന്റെ സമയത്ത് ശ്രദ്ധിക്കണേ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരിക്കൽ പള്ളിയുടെ മുന്നിലെത്തിയപ്പോഴത്തേക്കും ഒരാൾ അവിടെ വന്നിരിക്കാൻ ഭയങ്കര വലിയാണെന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. നമസ്കാരം നടക്കാൻ വേണ്ടി ഇഖാമത്ത് കൊടുത്തു. ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നോക്കുമ്പോൾ ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുക. ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കുന്നത്? അത് ഞാൻ ഇപ്പൊ ഇല്ല, പിന്നെ നിസ്കരിച്ചോളാം. എന്നാ പിന്നെ മോൻ ഇവിടെ ഇരിക്കണ്ട, വിട്ടോ, വേഗം പൊയ്ക്കോ. ഇവിടെ പള്ളിയുടെ ഭാഗത്തേക്ക് അല്ലാതെ തിരിക്കരുത്, തല്ലുകൊണ്ട് ഇടങ്ങേറാവും. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് ഇവിടെ ഇരിക്കണ്ട, എന്റെ പൊന്നുമോ വേറെ വീട്ടിൽ പോയിരുന്നോളാം. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. കാരണം എന്താ? ജനങ്ങൾക്കിടയിൽ ആശങ്ക വരുത്തും. ഇവൻ ചിലപ്പോൾ യാത്രക്കാരനായിരിക്കാം. ളുഹറിന്റെ കൂടെ അസറിനും കൂടെ ജമാഅക്ക് ഒരുമിച്ച് നിസ്കരിച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ മഗ്രിബിനോട് ഇശാ നമസ്കരിച്ചിട്ടുണ്ടാകും. എന്നിട്ട് ഇശായുടെ സമയത്തായിരിക്കും ഇവിടെ വന്നിരിക്കുക. പക്ഷെ ജനങ്ങൾ പൊതുവെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ നിസ്കരിക്കുന്നില്ലല്ലോ എന്നൊരു തെറ്റിദ്ധാരണ വരും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണേ എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. അപ്പോൾ മഖബറുകൾ കയറി അങ്ങനെ അടയിരിക്കുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ ഇത് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ഞാൻ ഉൾപ്പെടെയുള്ള സുന്നി പ്രസ്ഥാനക്കാരോട് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഏകദേശ രൂപരേഖ വന്നു. ഒന്ന്, അള്ളാഹുവിന്റെ റസൂല് റഹ്മത്തുൽ ലിൽ ആലമീനാണ്, ലോകർക്ക് മുഴുവനും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. അള്ളാഹുവിന്റെ റസൂലല്ലാത്ത ബാക്കിയുള്ള 1,23,999 അംബിയാ മുർസലുകളെയും അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് കേവലം ഗോത്രത്തിലേക്കോ ഗ്രാമത്തിലേക്കോ പ്രവിശ്യയിലേക്കോ ഒരു സമൂഹത്തിലേക്കോ മാത്രമായിട്ടാണ്. ലോകർക്ക് മുഴുവനും അയക്കപ്പെട്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ്. അള്ളാഹുവിന്റെ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും അഡീഷണൽ ഹെൽപ്പർമാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉലുൽ അസ്മിൽപ്പെട്ടതാകുന്ന പ്രവാചകന്മാരെയാണ് നമ്മൾ ഇപ്പോൾ എടുത്തത്. അത് ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമിനെ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പ്രവാചകരാരാണ്? ഈ പ്രവാചകനെ എങ്ങനെയാണ് അനുയായികൾ സ്നേഹിച്ചത്? അതാണ് നമ്മൾ പഠിക്കേണ്ട അടുത്ത പാർട്ട്. പറയാൻ ധാരാളം ഉണ്ട്, സമയബന്ധിതമായുണ്ട്. ഞാൻ എന്നാലും 1-2 ചരിത്രങ്ങൾ പറയാണ്. 1-2 ചരിത്രങ്ങൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉസ് സുന്ന എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ആര്? സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം എന്താണത്? കേട്ടോ, 1-2 ചരിത്രം ശ്രദ്ധിക്കും. دخل علينا رسول الله صلى الله عليه وسلم. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ഫജലസ തഹത ഷജറത്തിൻ. ഒരു വൃക്ഷത്തിന്റെ താഴത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുകയാ. വൃക്ഷത്തിന്റെ തണൽ കൊള്ളുകയാണ് ഹബീബായ റസൂലുള്ളാഹി. ഒരു വൃക്ഷത്തിന്റെ തണൽ കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അല്പനേരം ഇരുന്നു. എന്റെ വാപ്പയുമായി സംസാരിച്ചു. വേഗം തന്നെ തിരിച്ചുപോയി. വകാന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ യസുബ്ബുൽ മാ അലൈഹാ ലിഅല്ലാ തൈബസാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അടങ്ങാത്ത സ്നേഹമുള്ളവരൊക്കെ ഇനി പറയുന്നത് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് തണൽ കൊണ്ട് എഴുന്നേറ്റ് പോയതാകുന്ന പ്രവാചകരുടെ ആ വൃക്ഷത്തിന് തണൽ കൊണ്ടതാകുന്ന വൃക്ഷത്തിന് എല്ലാ ദിവസവും ഞാൻ വെള്ളമൊഴിക്കുമായിരുന്നു. വകാന ഇബ്നു ഉമർ യസുബ്ബുൽ മാ അലൈഹാ ലിഅല്ലാ തൈബസാ. എന്റെ ഹബീബ് ഇരുന്നതാകുന്ന വൃക്ഷമാണ്, എന്റെ ഹബീബ് തണൽ കൊണ്ടതാകുന്ന വൃക്ഷമാണ്. ആ വൃക്ഷത്തിന്റെ ഇലകൾ ഒന്ന് തന്നെ കരിയാൻ പാടില്ല, ഉണങ്ങാൻ പാടില്ല. ആ ചിന്ത വെച്ചുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ അതിലേക്ക് വെള്ളമൊഴിക്കുമായിരുന്നുവെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. വകാന الناس يقول إن فيه شيء. ഇബ്നു ഉമറിനെ തലയ്ക്ക് സുഖമില്ല, ഭ്രാന്താണ് എന്ന് ജനങ്ങളിൽ പെട്ടവർ പറഞ്ഞിരുന്നു അത്രേ. എന്നാലും ഞാൻ മൈൻഡ് ചെയ്തില്ല. എല്ലാ ദിവസവും ആ വൃക്ഷത്തിന് വെള്ളമൊഴിക്കുമായിരുന്നു. ലിഅല്ലാ തൈബസാ. എന്റെ ഹബീബ് തണൽ കൊണ്ട വൃക്ഷമാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ ഹബീബ് തണൽ കൊണ്ടതാകുന്ന വൃക്ഷത്തിന് ഒരിക്കലും കരിയാൻ പാടില്ല. അതിന്റെ വൃക്ഷലതാദികൾ ഉണങ്ങാൻ പാടില്ല. അത് ചിന്തിച്ചുകൊണ്ട് യാത്ര പോലും മുടക്കിക്കൊണ്ട് വെള്ളമൊഴിക്കുമായിരുന്നുവെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്തായി പറയുന്നത്? മഹബ്ബത്തിന്റെ അങ്ങേയറ്റമായി പറയുന്നു. നബി ഒരു 2 മിനിറ്റ് ഒരു മരത്തിന്റെ തണൽ കൊണ്ടതിന് ആ മരത്തിൽ മരണം വരെ വെള്ളം ഒഴിച്ചു കൊടുക്കും. മരുഭൂമിയിലുള്ള കഥ ഈ പറയുന്നത്. മരുഭൂമിയിൽ നമ്മുടെ ഇവിടെയാണ് പറയുന്നത്. അപ്പൊ എത്രത്തോളം വെള്ളം ഒഴിക്കണമെന്ന് ഓർത്തോണം. സ്വന്തം വായിലേക്ക് ഒഴിച്ചില്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് ഒഴിക്കുകയാണ്. എന്തിനു വേണ്ടി? നിബിതങ്ങൾ തണലുകൊണ്ട മരമാണ്. ഈ മരം സാധാരണ മരമല്ല, മഹബ്ബത്തിന്റെ രീതിയാണ് ഈ പറയുന്നത്. സ്വഹാബത്തിന്റെ ശൈലി. തീർന്നില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുയെ കുറിച്ച് പറയുകയാണ്, ബഹുമാനപ്പെട്ടവർ അതാ യാത്ര ചെയ്തപ്പോ സാഫറ ഇബ്നു ഉമർ മാ സഹാബിഹി ഫലമ്മാ ദനാ അൽ മകാൻ دور ناقته ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ യാത്ര ചെയ്യുന്ന വേളയിൽ ഏതാ ഒരു സ്ഥലത്ത് എത്തിയപ്പോ തന്റെ ഒട്ടകത്തെ റൗണ്ട് ചെയ്യിക്കുകയാണ്. അവിടെ ഒരു റൗണ്ടിന്റെ ബോർഡൊന്നും കാണുന്നില്ല. റൗണ്ട് ബോർഡൊന്നും ഇല്ല. റൗണ്ട് ചെയ്യിക്കേണ്ട ഒരു അവസ്ഥയൊന്നും അവിടെ ഇല്ല.
അങ്ങനെ ഒരു സ്ഥലമേ അല്ല. അപ്പൊ കൂട്ടുകാരി ചോദിച്ചു, ഫഖീല ലഹു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ലിമ ദവറത ഹാദൽ മകാന യബ്ന ഉമറ, ഇബ്നു ഉമറേ എന്തിനാണ് ഇവിടെ നീ റൗണ്ട് അടിപ്പിച്ചത്? ഇവിടെ റൗണ്ട് ബോർഡ് ഇല്ലല്ലോ, എന്തിനാണ് ഇവർ റൗണ്ട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സാഫറതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം യാത്ര ചെയ്തവനാണ് ഞാൻ. ഫലമ്മാ തനാ ഹാദൽ മകാന, ഈ സ്ഥലത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ എത്തിയപ്പോ എന്റെ ഖൽബിന്റെ തുടിപ്പായ ഹൃദയത്തിന്റെ രോമാഞ്ചമായ എന്റെ പ്രിയപ്പെട്ട ഹബീബ് ഇവിടേക്ക് എത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂല് അവിടുത്തെ ഒട്ടകത്തെ ഇവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണം മാത്രമാണ് ഞാനും എന്റെ ഒട്ടകത്തെ റൗണ്ട് ചെയ്യിച്ചത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അവിടെ റൗണ്ട് ചെയ്യിക്കേണ്ട ഒരു അവസ്ഥയില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. നബി അങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. നബി എന്തിനാ അങ്ങനെ ചെയ്തത് അതെനിക്കറിയില്ല, പക്ഷെ നബിതങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നു. അദ്ദേഹത്തെയാണ് പിൽക്കാലത്ത് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയത് മുത്തബിഉസ് സുന്ന, നബിതങ്ങളുടെ തിരുസുന്നത്തുകളെ പരിപൂർണമായി പിൻപറ്റിയ വ്യക്തി. ആര്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ലോകത്ത് അതുപോലൊരു വ്യക്തിയില്ല. മനസ്സിലാക്കണം, ഭയങ്കര സംഭവം. ആരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? അവരെ ഏത് രീതിയിലാണ് സ്നേഹിക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠത എന്താണ്? സലമത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സ്വഹീഹുൽ ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസല്ലയോ, സലമയുടെ കൈദ യുദ്ധത്തിൽ വെട്ടേൽക്കുകയാണ്. ആ കൈദ താഴേക്ക് പതിക്കുകയാണ്. താഴെ കിടക്കുന്ന കൈയെടുത്തുകൊണ്ട് സ്വഹാബികൾ അദ്ദേഹത്തെ കൊണ്ടുപോയാണ്. അദ്ദേഹത്തെ ശവമഞ്ചിലെത്തിക്കൊണ്ട് കൊണ്ടുപോയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നുണ്ട്. കയ്യിൽ നിന്നിതാ ചോര ധാരധാരയായി ഒഴുകുന്നുണ്ട്. ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് കൈ നിലത്ത് വീണതാകുന്ന സലമത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, എന്നെ ഡോക്ടറിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകണ്ട, എന്നെ ഒരു പിശങ്കരന്റെ അടുക്കലേക്ക് കൊണ്ടുപോകണ്ട, എന്നെ കൊണ്ടുപോകേണ്ടത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്കാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്കാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് സഹാബത്ത് ഇതാ കൊണ്ടുപോവുകയാണ്. സലമയുടെ കൈ മറ്റൊരു സഹാബി എടുക്കുകയാണ്. സലമയുടെ കയ്യിൽ നിന്ന് രക്തം ധാരധാരയെ ഒഴുകുകയാണ്. സലമ ഇതാ വഫാത്താകാൻ പോവുകയാണ്. ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. സഹാബത്ത് ആർത്തട്ടഹസിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് എത്തിയപ്പോ സലമയിദാ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്റെ കൈയൊന്ന് ചേർത്ത് തരണേ നബി. ഹബീബായ നബി തങ്ങളുടെ സലമയോട് പറയുകയാണ്, സലമാ നിന്റെ കൈ പോയെങ്കിൽ പോകട്ടെ സലമാ, ഇൻശിഅത സബർത ലൈ, നീ ഒന്ന് ശമിച്ചാൽ നിന്റെ കൈ ഷഹീദാണ് സലമാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകപ്പെടുകയാണ് നിന്റെ കൈയെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോ രക്തം വാർന്നൊഴുകുന്ന കൈ വെച്ചുകൊണ്ട് സലമാ പറയുകയാണ്, നബിയേ എനിക്ക് ഷഹീദിന്റെ കൂലി വേണ്ട എന്നർത്ഥമല്ല, എനിക്കെന്റെ കൈ തിരിച്ചു കിട്ടിയാൽ ആ കൈ കൊണ്ട് ഈ യുദ്ധത്തിൽ തന്നെ എനിക്കിനി യുദ്ധം ചെയ്യണം നബിയേ, യുദ്ധം ചെയ്യാനുള്ള കൊതിയാണ്. എന്റെ കൈവെട്ട് എന്റെ തലവെട്ടാൽ എനിക്ക് ഈ കൈ വേണം നബിയേ, എന്റെ കൈയൊന്ന് തിരിച്ചു തരണേ റസൂലേ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലതാ സ്വഹാബിയോട് കൈ തരാൻ പറയുകയാണ്. ചിന്തിക്കണേ, അഴീക്കോടുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, രോമാഞ്ചം എഴുന്നേറ്റ് നിൽക്കുന്ന ചരിത്രമാണ്, രോമാഞ്ച പുൽകിതമാകുന്ന ചരിത്രമാണ്. അള്ളാഹുവിന്റെ റസൂല് സലമയുടെ കൈയെടുത്തുകൊണ്ട് ചേർത്ത് വെക്കുകയാണ്. തണുത്ത് മറവലിച്ചെടുക്കുന്ന ചൂടുപോകാത്ത കയ്യതാ ബഹുമാനപ്പെട്ട പ്രവാചകനെടുത്ത് അദ്ദേഹത്തിന്റെ മുറിവാർന്ന കൈയിലേക്ക് ചേർത്ത് വെക്കുകയാണ്. ബിസ്മി ചൊല്ലിക്കൊണ്ട് ഫിറ്റ് ചെയ്യുകയാണ്. ഫഅദ്ഖല യദഹു ഫീ
ഫമിഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വിരലിനെ അതാ വായിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്, ഉമനീരെടുക്കുകയാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ റൗണ്ട് ചെയ്തുകൊണ്ട് പുരട്ടുകയാണ്. ഇതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചികിത്സിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ടതായ പവിത്രമാകുന്ന ഉമനീരെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈ മുറിവാർന്നതാകുന്ന ഭാഗത്തേക്ക് തേച്ചു കൊടുക്കുകയാ. തന്റെ കയ്യതാ പൂർവോപരി ഭംഗിയാവുകയാണ്. ഒരു ഓപ്പറേഷൻ ഇതാ നടത്തുകയാണ്. പക്ഷേ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, കമ്പിയിടേണ്ട വന്നിട്ടില്ല. ഇന്ന് ദുനിയാവിൽ കൈ മുറിക്കപ്പെട്ടവന്റെ കൈകളിലേക്ക് സീരിന്റെ കമ്പി കയറ്റിയിട്ട് അടുത്ത കൊല്ലം പാടാ, അടുത്ത കൊല്ലം വന്നുകൊണ്ട് ഈ കമ്പി മാറ്റണേ, കാലിലെ കമ്പി മാറ്റണേ, കയ്യിലെ കമ്പി മാറ്റണേ എന്ന് പറയുന്ന ഡോക്ടർമാരെ ഇതാ ഏറ്റവും വലിയ ഡോക്ടർ ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിഷേധിക്കാൻ പറ്റൂല പുത്തംവാദികളെ, കാരണം സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, തള്ളാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂൽ ഇതാ ആ കൈദാ പൂർവോവരി ഭംഗിയായി ചേർത്ത് വെക്കുകയാണ്. സലമ സന്തോഷിക്കുകയാണ്, വാളും എടുത്തുകൊണ്ട് ഇതാ ഇറങ്ങുകയാണ്. ഉരിപ്പിടിച്ച വാളുമായി ഏതൊരു യുദ്ധത്തിലാണോ തന്റെ കയ്യിൽ വെട്ടേറ്റത് അതേ യുദ്ധത്തിലേക്ക് ഗർജിക്കുന്ന സിംഹത്തോടുകൂടി അലറിക്കൊണ്ട് ബഹുമാനപ്പെട്ട സലമ ഇറങ്ങുകയാണ്. ആ സലമയതാ യുദ്ധത്തിൽ വിജയിച്ചുകൊണ്ട് കയറുകയാ. സഹോദരങ്ങളെ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി ചരിത്രം പറഞ്ഞിട്ട് തൊട്ട് ചേർത്ത് പറയുകയാണ് സലമ പിന്നീട് മഹാനവറുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഇറാഖിലേക്ക് പോയത്രേ. ഇറാഖിലെ റബദ എന്ന സ്ഥലത്ത് പോയത്രേ. വകാന സഹാബത്തു യുസാഫിറൂൻ, സഹാബത്തും താബിഈകളും ഇതാ ഇറാഖിലെ റബദ എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമത്രേ. ലിതഖ്ബീലി യദി സൽമാ, ഹബീബായ നബി തങ്ങൾ തന്റെ ശറഫാക്കപ്പെട്ട ഉമിനീര് കൊണ്ട് അതാ പ്രവാചകർ പൂർവോവരി ഭംഗിയാക്കിയതാകുന്ന കൈ ഒന്ന് ചുംബിക്കാൻ വേണ്ടി ഇതാ റബദയിലേക്ക് യാത്ര പോകുമായിരുന്നു അത്രയെന്ന് സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്തായി പറയുന്നത്? ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ എന്ന് പറഞ്ഞുകൊണ്ട് ഘോരഘോരം പ്രഭാഷണം നടത്തുന്നവർ ചിന്തിച്ചു വെക്കിൻ. 3 പള്ളികളിലേക്കല്ലാതെ യാത്ര ഉദ്ദേശിക്കരുത് കൊണ്ട് നിങ്ങൾ പോകരുത് എന്ന് പറയുന്ന ഒരു വാദം ഉണ്ട് ജനങ്ങൾക്കിടയിൽ. നിങ്ങൾക്ക് സാധാരണക്കാർക്ക് അത് പറഞ്ഞാൽ അറിയില്ല, ഇവിടെയുള്ള ആലിമീങ്ങൾക്കും മുത്തല്ലിമീങ്ങൾക്ക് അത് തിരിയുള്ളൂ. അങ്ങനൊരു വാദമുണ്ട്. ആ വാദം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കി വകാന സഹാബത്ത് യുസാഫിറൂന ഇലാ റബദ, റബദയിലേക്ക് ജനങ്ങൾ സഹാബത്തും താബികളും പോകുമായിരുന്നു, യാത്ര പോകും. ഈ 3 പള്ളിയിലേക്കല്ല, മറിച്ച് അങ്ങോട്ട് ഇറാഖിലെ റബദയിലേക്ക് യാത്ര പോകും. എന്തിനു വേണ്ടി? ലിതഖ്ബീലി യദി സൽമാ, സൽമത്ത് ബിനുൽ അക്വഇന്റെ കൈ. ഏത് കൈ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ശറഫാക്കപ്പെട്ട ഉമനീര് മുക്കികെട്ട് അദ്ദേഹത്തിന്റെ കൈയിലേക്ക് തേച്ചു കൊടുത്തുകൊണ്ട് യുദ്ധത്തിൽ മുറിവാർന്നതാകുന്ന കൈ, ശിവപ്പെടുത്തിയതാകുന്ന ആ കൈയൊന്ന് ചുംബിക്കാൻ വേണ്ടി സഹാബത്ത് റബദയിലേക്ക് യാത്ര പോകുമായിരുന്നു, ഇറാഖിലെ റബദയിലേക്ക്. മനസ്സിലായോ? എന്താ കാരണം? നബി തങ്ങളുടെ ഉമനീര് പറയുന്ന ആ കൈയുണ്ടല്ലോ, ആ കൈയൊന്ന് ചുംബിക്കാൻ. ഈ തഖ്ബീലി യദി സൽമാ. വേറൊരു സഹാബിയുടെ അടുത്തേക്കല്ല, വേറെ എത്രയോ സഹാബത്ത് അവിടെയുണ്ട്, മക്കത്തുണ്ട്, മദീനത്തുണ്ട്. മക്കത്ത് നിന്നും മദീനത്തു നിന്നും സഹാബത്ത് ഇറാഖിലെ റബദയിലേക്ക് പോവാ. കാരണം അദ്ദേഹം ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി. അദ്ദേഹത്തിന്റെ കൈയൊന്ന് ചുംബിക്കണം, അതിനുവേണ്ടി യാത്ര ചെയ്യാ എന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്തിനു വേണ്ടി? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉമനീര് അദ്ദേഹത്തിന്റെ കയ്യിലൊന്ന് തൊട്ട് അദ്ദേഹത്തിന്റെ കൈ പരിപൂർണമായി ഭംഗിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നബി പിടിച്ച കയ്യ, ആ കയ്യിലൊന്ന് ചുംബിക്കുക, അത് വലിയൊരു പ്രതിഫലമാണ്. അത് മനസ്സിലാക്കിയിട്ട് പോവാൻ. ഇതാണ് നമ്മൾ ഉലമാക്കളുടെയും പണ്ഡിതന്മാരുടെയും സയ്യിദന്മാരുടെയും ഒക്കെ കാണുമ്പോൾ നമ്മൾ അവരുടെ കൈ പിടിച്ച് ചുംബിക്കൂലേ? മാൻ നബവി തങ്ങളത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ നോക്കിയെടുക്കാനുള്ള അറബി ഗ്രാമറും കഴിവുള്ളവർക്ക് തിരിയുള്ളൂ, അല്ലാത്തവർക്ക് ഇതിങ്ങനെ റോഡിൽ നിന്നിട്ട് പ്രസംഗിക്കുക, ഇതിനൊന്നും തെളിവില്ല, അസിലില്ല. സയ്യിദന്മാരെ കാണുമ്പോൾ, അള്ളാന്റെ റസൂലിന്റെ കുടുംബത്തെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബഹുമാനിക്കും. കാരണം നബി തങ്ങളുടെ ഒരു പരമ്പരയാണ് അവർ. ബഹുമാനിക്കും, അവരുടെ കയ്യിൽ പിടിക്കും, ചുംബിക്കും നമ്മൾ. അത് വേണം, പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം അംഗീകരിച്ചതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആരാണ് സ്വഹാബത്ത്? സ്വഹാബത്തിന്റെ പ്രവർത്തനമാണ് ഈ പറഞ്ഞത്. സ്വഹാബത്തിന്റെ പ്രവർത്തനം, നബി ഇഷ്ടപ്പെട്ടതെന്തോ അതവരങ്ങ് ഇഷ്ടപ്പെടുകയാണ്. നബി ഇഷ്ടപ്പെട്ടത് പരിപൂർണമായി ഇഷ്ടപ്പെടുന്ന സ്വഹാബത്ത്.
ഖയ്യാത്ത് ഒരു തുന്നൽക്കാരനാണ്. അദ്ദേഹം ഖയ്യാത്ത് എന്ന് പറഞ്ഞാൽ തുന്നൽക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനെ സൽക്കരിച്ചു. തുന്നല് നല്ല ജോലിയാണെന്നത് അതിലേക്ക് തന്നെ സൂചികയാണ്. കാരണം നബി തങ്ങൾ ആ സൽക്കാരത്തിന് പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ പോയി? അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുമ്പോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊരക്ക വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ചൊരക്കാന്നല്ലേ പറയാ? വടക്ക് ഭാഗത്ത് ചൊരങ്ങ എന്ന് പറയാ. ഓരോ നാട്ടിലെ ഭാഷ അവർക്കനുസരിച്ച് പറയണമല്ലോ. ചൊരക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ചൊരക്ക അങ്ങനെ ഒരു പച്ചക്കറിയിലൊരു സാധനമുണ്ട്, അറിയാത്തവർക്കാണ്. നമ്മൾ ഈ മീൻ കൂട്ടി അഴീക്കോട് ചെട്ടുകാരി മീൻ കൂട്ടി വരുന്ന ഉസ്താവുമാർക്ക് മുഴുവൻ നല്ല തിരുതയും മീനും ഒക്കെ തരികയാണ്. ഞാനിവിടുന്ന് പോകുമ്പോൾ പെട്ടി ഇറച്ച് മീനും ഇട്ടാ പോക്ക്. ഇന്നിപ്പോ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. കാരണം നാളെ വാതുള്ളതുകൊണ്ട് ഇപ്പൊ ട്രെയിൻ അങ്ങോട്ട് പോകാൻ കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ 2 പെട്ടിയാക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതിന്റെ പ്രവർത്തകർ തന്നെ, ഇതിന്റെ സംഘാടകർ, ഇതിന്റെ സ്നേഹനിധികളായ ചെറുപ്പക്കാർ തന്നെയാണ് ഇതിനെ നിൽക്കുന്നത്. അള്ളാഹു അവരെ കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഈ സ്നേഹവും ഐക്യം അള്ളാഹു കബൂലാക്കട്ടെ. എനിക്ക് മാത്രമല്ല, കഴിഞ്ഞ ദിവസം കൊണ്ട് ഉസ്താവന്മാർക്കും മിക്കവർക്കും ഗിഫ്റ്റ് കിട്ടിയ നാളെ എന്റെ അറിവ്. അള്ളാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ നമ്മൾ ഈ മീൻ കൂട്ടുന്നതിനിടയ്ക്ക് എന്ത് മറക്കണ്ട? പച്ചക്കറി മറക്കണ്ട. പച്ചക്കറിയിൽ ഒരു പച്ചക്കറിയുടെ ഒരു സാധനത്തിന്റെ പേരാണ് ചൊരക്ക. ആ ചൊരക്ക നമ്മൾ ഇഷ്ടപ്പെടണം. എല്ലാം വേണമെന്ന് ഞാൻ പറയുന്നില്ല, പച്ചക്കറിയൊക്കെ കൂട്ടണം കേട്ടോ. പക്ഷെ ഇന്നിപ്പോ കിട്ടുന്ന പച്ചക്കറികളൊക്കെ പല രീതിയിലുള്ള വളമടിച്ചതും ബുദ്ധിമുട്ടുള്ളതും ഒക്കെയാണ്. പക്ഷേ നമ്മളുടെ സാമ്പത്തികം അത് നമ്മുടെ ശാരീരികം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കണം. കാരണം എന്താ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കാര്യമാണ് ഒരു മനുഷ്യന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അവനത് എടുത്തു കാണിക്കുക എന്നുള്ളതെന്ന് ഹബീബ് റസൂലുള്ളാഹി. അത് ജനങ്ങൾ വരുമ്പോൾ നല്ല രീതിയിൽ നല്ല തീന്മേശം ഒരുക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, അതൊക്കെ നല്ല സൽക്കാരത്തിൽ നേരത്തെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ ചര്യ പറഞ്ഞതുപോലെ ചെയ്യേണ്ട കാര്യമാണ്. എപ്പോഴും ഇറച്ചി മീനും അത് വേണ്ട, ഇടയ്ക്ക് നമ്മൾ ഇതൊക്കെ ഒന്ന് കൂട്ടണം. ചൊരക്ക നമ്മൾ ഇഷ്ടപ്പെടണം. ഭയങ്കര ഇഷ്ടമാണ് ആർക്ക്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ ചൊരക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ എടുത്തിങ്ങനെ തിന്നുന്ന, അത് തന്നെ ഇങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് നബി ഇങ്ങനെ എടുത്ത് തിന്നുക. അപ്പൊ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മനസ്സിലെ നബിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയാ, സ്വഹാബി പറയാൻ, ഞാൻ പിന്നീട് എന്റെ മരണം വരെയും എന്ത് ഇഷ്ടപ്പെടുമായിരുന്നു? ഈ ചൊരക്ക ഇഷ്ടപ്പെടുമായിരുന്നു. അത് തിന്നാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. ഫുഡ് പറഞ്ഞപ്പോ എല്ലാവരും ഒന്ന് ഉണർന്നല്ലോ. കണ്ട എന്താ റാഹത്ത്. എനിക്കറിയാമല്ലോ നിങ്ങളുടെ മനഃശാസ്ത്രം. നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് എന്ത്? ചൊരക്ക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അത് കഴിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അതിന്റെ കൂട്ടത്തില് ബാക്കിയുള്ള ഇക്കാമാരൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ മുരിങ്ങ, വെണ്ടയ്ക്ക, ഗോവയ്ക്കൊക്കെ വാങ്ങുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഈ ചൊരക്കയും കൂടെ എന്ത് ചെയ്തോ വാങ്ങണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതല്പം വാങ്ങണം. കാരണം എന്തുകൊണ്ട്? അത് കറിയിലിടണം. ഞാൻ ദൈവബന്ധിൽ പഠിക്കുന്ന കാലഘട്ടത്തിലും അവിടെ ആ സ്ഥാപനങ്ങളിലും അതുപോലെ അനുബന്ധ സ്ഥാപനങ്ങളിലൊക്കെ പോയി ഈ ഉത്തർപ്രദേശിലുള്ള പണ്ഡിതന്മാർക്കിടയിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ മൗലാനമാരെയൊക്കെ അവർ ഇറച്ചിക്കറിക്കടയിൽ അവരെന്ത് ചേർക്കുമായിരുന്നു? ചൊരക്ക ചേർക്കും. എന്നല്ല, 1 കിലോ ഇറച്ചി ഉണ്ടെങ്കിൽ അതിൽ 10 കിലോയും ചിലപ്പോൾ ചൊരക്കയായിരിക്കും. ബാക്കി അതിലും അവരൊക്കെ പഠിച്ച ഉസ്താദന്മാർക്ക് അറിയാം. 1 കിലോ ഇറച്ചി ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഇസ്മായിസാനൊക്കെ നല്ലപോലെ അറിയാം. കാരണം അതിന് കൂടുതൽ എന്തായിരിക്കും ഉണ്ടാകുക? കൂടുതൽ ചൊരക്കായിരിക്കും ഉണ്ടാകുക. അത്രത്തോളം അവര് ചൊരക്ക കൂടുതലെടുക്കും. കാരണം എന്തുകൊണ്ട്? വേറൊന്നുമല്ല, നബിതങ്ങൾ ഇഷ്ടപ്പെട്ടതിന് ഇഷ്ടപ്പെടുക. ഇതിപ്പോ പറയാൻ പറ്റൂല. കാരണം നാളെ മുതൽ ഉസ്താമാർ അട്ടിപ്പാത്രത്തിൽ ചൊരക്ക കൊണ്ടാറാടും. ഇങ്ങനൊന്നും ചെയ്തേക്കണ്ട കേട്ടോ. ശരി, കൊടുത്തേക്ക. ചൊരക്ക ഒരു പാത്രത്തിന്മേൽ കുറച്ച് കൊടുക്കുക. ആണ് ഈ പറഞ്ഞത്. പണ്ട് കാരക്കാട മാത്രം പറഞ്ഞു, പിന്നെ അട്ടിപ്പാത്രം തുറന്നപ്പോ അത് മുഴുവൻ കാരക്കാണെന്ന് അറിയാം ഉസ്താദ് പറയാൻ. ആണോ? അങ്ങനെ വേണ്ട. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് നമ്മൾ ഇഷ്ടപ്പെടണം. ഇടയ്ക്ക് അതും കൂടെ വേണമെന്നർത്ഥം സൂചിപ്പിച്ചതാണ്. നമ്മുടെ വീട്ടിൽ അതൊരു കറി ചാറായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തോരനായിട്ടോ ഒക്കെ നമ്മളത് കൂട്ടുക. നബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, വേറൊന്നുമല്ല. നബിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട എന്തോ സംഗതികളുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസതു ഉമൂർ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3 കാര്യമാണ് സാബാ. 3 കാര്യമാണ് സാബാ. ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത്തീബ്, സുഗന്ധമാ. സുഗന്ധം എനിക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. സുഗന്ധം ഭയങ്കര ഇഷ്ടപ്പെടണം. മിസ്ബാഹ് ഹുസൈനൊക്കെ കൈക്ക് പിടിക്കുമ്പോൾ കണ്ടില്ല എന്താണ് അത്തറുണ്ട്. ഉസ്താമാരെയൊക്കെ മേത്ത് മുഴുവൻ അങ്ങനെയാണ്. അത്തർ ഭയങ്കരമാണ്. അത്തീബ്, സുഗന്ധം ഭയങ്കര ഇഷ്ടം സയ്യിദുനാ റസൂലുള്ളാഹി.
ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. നബി ഇഷ്ടപ്പെടുന്ന ചില സംഗതികൾ പറയാൻ ഈ സദസ്സ് പിരിയുമ്പോൾ നമ്മളിത് ഇഷ്ടപ്പെടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്ന്, സുഗന്ധം, നല്ല അത്തറ് തേക്കുക. ഇത് ഭാര്യയും ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കല്യാണത്തിന്റെ ആദ്യ രാത്രി മുല്ലപ്പൂ കൈ ചൂണ്ടിയിട്ട് റാഹത്തായി കയറിപ്പോയ ഭർത്താവ് പിന്നീട് ജീവിതത്തിൽ പല്ലും തേക്കൂല, കുളിക്കൂല, കശവും പഠിക്കൂല, ഹൈവാൻ പിന്നെ അങ്ങനെ കയറിച്ചില്ല. പിന്നെ പെണ്ണുമ്പോൾ ഇറങ്ങി അങ്ങനെ ഓടാതിരിക്കും. പിന്നെ എങ്ങനെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും? അവർക്കിടയിൽ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാവൂലേ? ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മൾ ജോലി ചെയ്യും, മീനിന്റെ കാര്യത്തിന് വേണ്ടി പോകും, അങ്ങ് കടലിൽ പോകും, ഒക്കെ കഴിയിട്ട് വരുമ്പോൾ ശരീരം മുഴുവൻ അഴുക്കാണ്. എന്റെ പൊന്ന് താത്താന്ന് പറഞ്ഞ് കെന്നിട്ടുന്ന കാര്യം പെണ്ണുങ്ങൾ ഇറങ്ങി ഓടും. അവർക്ക് റാഹത്ത് വേണ്ടേ? അവർക്ക് പറയാൻ പറ്റൂല. ചില പെണ്ണുങ്ങൾ പറയൂല, വായ്നാറ്റം, നിന്റെ വായ്നാറ്റം ബീഡി വലിച്ചിട്ട് ബീഡിക്കറിയും, അതുപോലെ തന്നെ വായ്നാറ്റമാണ്. ആ വായ്നാറ്റം തുറന്നു പറയൂല. എന്നാ ചില പെണ്ണുങ്ങൾ പറഞ്ഞെന്നിരിക്കും, എന്റെ പൊന്ന് കാക്ക പോയി വായി കഴുകട്ടുവാ എന്ന് പറയുന്ന സൈസും ഉണ്ട് നമ്മുടെ ഇതിൽ. തുറന്നടിച്ച് പറയും, ആയിക്കോട്ടെ, നല്ലതാണ്. ഏതായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം? പല്ല് തേക്കണം, വളരെ ശ്രദ്ധിക്കണം, കുളിക്കണം, ശരീരം വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ മാലിന്യങ്ങൾ അഥവാ കക്ഷത്തിനെയും ഗുഹ്യരോമങ്ങളും ഒക്കെ നമ്മൾ പഠിക്കണം. 40 ദിവസം കൂടുമ്പോൾ അത് ചെയ്യാത്തവന്റെ ദുആഇന് പോലും ഇജാബത്തില്ല എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. ഇതൊക്കെ ഈ സദസ്സിൽ നല്ല പഠിച്ചു പോകേണ്ടത്. അള്ളാഹു മനസ്സിലാക്കട്ടെ. ഇത് സ്ത്രീകൾ ശ്രദ്ധിക്കണം, പുരുഷന്മാർ ശ്രദ്ധിക്കണം. കൊച്ചുകുട്ടികൾ കത്തിയെടുത്ത് നടക്കേണ്ട പ്രായപൂർത്തിയവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഏതായിരുന്നാലും ആദരവായ പ്രവാചകൻ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം അത്തീബു, സുഗന്ധമാണ്. അപ്പൊ എല്ലാ ദിവസവും കുളിച്ച് ഫ്രഷായി നല്ല വസ്ത്രം ധരിച്ച് നല്ല റാഹത്തായിട്ട് ഭർത്താവിനെ കാണാൻ പോകുന്ന ഭാര്യ, അടുക്കളയിലെ കരിപുരണ്ട വസ്ത്രവുമായി നീ കയറി ചെന്നാൽ നിന്റെ ഭർത്താവിന്റെ ഉള്ളിൽ വെറുപ്പായിരിക്കും. ഈ ഓർക്കും പുറമെ കാണുമ്പോൾ അങ്ങനെയല്ല. നല്ല വസ്ത്രം ധരിച്ച് നീ പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന പോലെ തോന്നണം ഭർത്താവിനെ കണ്ടാല്. നല്ല മുല്ലപ്പൂക്കിട്ട് റാഹത്തിട്ട് എവിടെ പോയി ഒന്നുമില്ല, നിങ്ങളുടെ കൂടെ കിടക്കാൻ വന്നതാണെന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഭയങ്കര സന്തോഷമായിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ വേണം. അങ്ങനെ ആയാൽ ഭർത്താവ് പിന്നെ പുറത്തോട്ട് നോക്കൂല, ജനലിലൂടെ അടുത്ത പെണ്ണുങ്ങളെ നോക്കാൻ പോകൂല, നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം എന്താ? നീ നല്ല സൗന്ദര്യമാകുന്ന വസ്ത്രം ധരിച്ച് നല്ല പൗഡറും ഒക്കെ ഇട്ട് നല്ല റാഹത്തായ നിലയിൽ നിന്നാൽ ഭർത്താവിന് വലിയ സന്തോഷമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാനിത് പറയുന്നത് ദാമ്പത്യ ജീവിതങ്ങളിൽ നിന്ന് ഒരുപാട് തകർന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് 35ഉം 40ഉം ഏജെത്തിയതാകുന്ന സഹോദരിമാരാണ് ഇന്ന് മതിൽ ചാട്ടത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് 17കാരിയേക്കാൾ. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. 17കാരിക്ക് അത്രയും കുഴപ്പമുണ്ടാവില്ല. 35, 40, 3 മക്കളൊക്കെ ഉള്ള കുട്ടികളാണ്, പെണ്ണുങ്ങൾ, സ്ത്രീകളാണ് മതിൽ ചാടുന്നത്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ പതിവ്രതയുള്ളവരാകണേ, പതിവ്രതയുള്ളവരാകണേ. എന്നാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ പതിവ്രതയുള്ളവരാകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അഴീക്കോടിത്തിയിലുള്ളതാകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പ്രിയപ്പെട്ട യുവാക്കളോട്, ചെറുപ്പക്കാരോട് കുമ്മരം ഉസ്താദ് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ സിനിമ കാണാതെ, സീരിയൽ ദർശിക്കാതെ അശ്ലീലമാക്കപ്പെട്ടതാകുന്ന സിനിമാ ലോകത്തേക്ക്, ഡബ്ല്യു അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണുകളെ കൊണ്ടുപോകാതെ സൂക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇതാ കിട്ടുന്ന പെണ്ണ് തീർച്ചയായും പതിവ്രതയാണ്, പതിവ്രതയാണ്. നിങ്ങൾ പതിവ്രതയുള്ളവരാകണേ, എന്നാൽ നിങ്ങളുടെ ഭാര്യമാര് പതിവ്രതയുള്ളതാകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതെന്താ? നീ വൈകുന്നേരമായ ഫേസ്ബുക്കും വാട്സാപ്പും റോഡിന്റെ സൈഡിൽ ഇരുന്നിട്ട് സകല പെണ്ണുങ്ങളുടെ ഫോട്ടോ, അവിടെ നിന്ന് റോഡിൽ കൂടെ പോയ പെണ്ണുങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അതെല്ലാം കൂട്ടുകാരുമായിട്ട് കാണുക, സിനിമ കാണുക, ബ്ലൂ ഫിലിം കാണുക, എല്ലാ പരിപാടിയുണ്ട്. എന്നിട്ട് പള്ളിയിൽ ഉസ്താദിന്റെ കൈക്ക് പിടിച്ചിട്ട് പറയാം, അതേ സാലിഹത്തായ പെണ്ണിനെ കിട്ടാൻ ദ്വാരക്കണ്ടേ, 30 കോഴിമുട്ട അടുത്ത റാത്തീബിൽ വന്നേക്കാവേ. എന്താ ഫായിദ? ഇതിന്റെ മഫ്ഹൂമ് മുഖാലഫ എന്താ ഈ ഹദീസിന്റെ? എന്താണത്? നീ പതിവ്രതയുള്ളവനായില്ല എങ്കിൽ നിന്റെ പെണ്ണ് പതിവ്രതയുള്ളവളാവൂല. അതാണ് പഠിച്ചു വെക്കേണ്ടത്, അതാ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. വളരെ ശ്രദ്ധിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. വിചാരം അല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ അതുമായി പറയേണ്ടതുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തസിനൂ
വ്യഭിചരിക്കരുതേ സാബ, വ്യഭിചരിക്കരുതേ സാബ. വ്യഭിചാരമെന്ന് പറയുന്നത് ജനനേന്ദ്രിയകൾ കൊണ്ടുള്ള പ്രക്രിയകൾ മാത്രമല്ല. നിന്റെ കണ്ണിന് വ്യഭിചാരമുണ്ട്, നിന്റെ കാതിന് വ്യഭിചാരമുണ്ട്, നിന്റെ കൈക്ക് വ്യഭിചാരമുണ്ട്, നിന്റെ കാലിന് വ്യഭിചാരമുണ്ട്, നിന്റെ ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്, നിന്റെ ചുണ്ടിന് വ്യഭിചാരമുണ്ട്, നിന്റെ നാവിന് വ്യഭിചാരമുണ്ട്, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾക്കെല്ലാം തന്നെ വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്. അന്യ പെണ്ണിനെ നോക്കൽ വ്യഭിചാരമാണ്, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. അന്യ പെണ്ണിൻ്റെതാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് പിടിക്കൽ കൈയുടെ വ്യഭിചാരമാണ്. ബ്ലൂ ഫിലിമിന്റെ കൂട്ടുകാരന്റെ വീട്ടിലിടുമെന്ന് പറയുമ്പോ പാതിരാത്രി സമയത്ത് കൂട്ടുകാരുറങ്ങി, നാട്ടുകാരുറങ്ങി, തന്റെ വീട്ടുകാരുറങ്ങി കഴിയുമ്പോ തന്റെ സഹോദരന്റെ വീട്ടിലേക്ക് രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന നടത്തമില്ലയോ, അത് കാലിന്റെ വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്. അശ്ലീലമാക്കപ്പെട്ടതാകുന്ന രീതിയിൽ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിയോട്, പാവപ്പെട്ടതാകുന്ന പെങ്ങളോട് നീ വർത്തിക്കുന്നതാകുന്ന മൊബൈൽ സന്ദേശമില്ലയോ, അത് നിന്റെ കൈയുടെ വ്യഭിചാരമാണ്, നിന്റെ വിരലിന്റെ വ്യഭിചാരമാണ്. അവളുമായിട്ട് സംസാരിക്കുന്ന മോശപ്പെട്ട സംസാരങ്ങളില്ലയോ, സംസാരങ്ങളില്ലയോ. ഇന്ന് യൂട്യൂബിൽ എത്ര ക്ലിപ്പാണ്, എത്രയോ മധുരസ്വരത്തിൽ പാവപ്പെട്ട പെൺകുട്ടികൾ, എത്രയോ മലബാറിന്റെ മക്കള് പാവപ്പെട്ടതാകുന്ന ഭർത്താക്കന്മാർ ഗൾഫിലേക്ക് പോകുമ്പോ ആ ഭർത്താവ് അറിയാതെ തന്റെ കാമുകന്മാരുമായി അശ്ലീലമാക്കപ്പെട്ടതാകുന്ന വർത്തമാനമാണ്. അവരുടെ കൊഞ്ചിക്കുഴഞ്ഞുള്ള വർത്തമാനങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലിപ്പായിക്കൊണ്ടിതാ സഹോദരങ്ങളെ പ്രചരിപ്പിക്കുകയല്ലയോ, പ്രചരിപ്പിക്കുകയല്ലയോ. സംസാരിക്കുന്ന സഹോദരങ്ങളിൽ അധികവും മുസ്ലിമത്താണ്, മുസ്ലിമത്താണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ലാ തസിനൂ, വ്യഭിചരിക്കരുതേ സാബ, വ്യഭിചരിക്കരുതേ സാബ. ഫയുദ്ഹിബല്ലാഹു ലദ്ദത നിസാഇകും മിൻ അജ്വാഫികും. അങ്ങനെ നിങ്ങൾ വ്യഭിചരിച്ചാൽ നിങ്ങളുടെ ഭാര്യമാരുമായി പിന്നീട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ നിങ്ങളുടെ ആസ്വാദതയെ അല്ലാഹു എടുത്തു കളയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സിനിമയും സീരിയലും ഒക്കെ കണ്ട് നിന്റെ കണ്ണങ്ങനെ പോയാൽ പിന്നെ നീ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ നിനക്ക് ആസ്വാദത ഉണ്ടാവൂല. ആദ്യം ഉണ്ടായ ഒരു ആസ്വാദത ഉണ്ടല്ലോ, അത് എടുത്തു കളയും സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ എന്തുണ്ടാവും? ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാവും. ഇവളുമായിട്ട് ഇതിലൊന്നും റാഹത്തില്ല, നമുക്കെന്നാ പിന്നെ സണ്ണി ലിയോനെ കിട്ടുമെന്ന് നോക്കാം. പിന്നെ നമ്മൾ നമ്പർ തപ്പിയെടുക്കുക. കാരണം അവളെ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. സണ്ണി ലിയോനും സണ്ണി വെയിനും ഒക്കെ കാണാൻ വേണ്ടി കൊച്ചി നഗരത്തിൽ എന്തൊരു തിരക്കായിരുന്നു. കൊച്ചിയിൽ മുമ്പ് ക്രിക്കറ്റ് കളിക്കാർ വന്നിട്ടുണ്ട്. സച്ചിൻ വന്ന സ്ഥലമാണ് ഇവിടെ കൊച്ചിയിൽ. ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. തിരക്കുണ്ടായിരുന്നു ചോദിക്കുക ഇല്ല. കൊച്ചിയിൽ ഫുട്ബോൾ കളി മറഡോണ വന്ന് കൊഞ്ചിക്കുഴഞ്ഞിട്ടുണ്ട് അല്ലേ? മറഡോണ വന്നിട്ടുണ്ട് ഇവിടെ കൊച്ചിയിൽ, വന്നിട്ടുണ്ട്. കട ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട്. കൊച്ചിയിൽ ഷാരൂഖ് ഖാൻ സിനിമാ നടൻ വന്നിട്ടുണ്ട്, സൽമാൻ ഖാൻ വന്നിട്ടുണ്ട്, സിനിമാ നടൻ വന്നിട്ടുണ്ട്, പല നടിമാരും വന്നിട്ടുണ്ട്. പക്ഷേ കൊച്ചിയിൽ ഏറ്റവും വലിയ ജനം കൂടിയത് സണ്ണി ലിയോൺ എന്ന് പറയുന്ന പോൺ സ്റ്റാർ വന്നപ്പോഴാണ്, അശ്ലീല നടി വന്നപ്പോഴാണ്. അതിന്റെ അർത്ഥം ഈ കേരളക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി അതാണെന്നുള്ളതാണ്. ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയൊന്നുമില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഏതാണ്? ഈ കളിയാ. ഏത് കളി? ഈ കളി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? ബുദ്ധിയുള്ളവർക്ക് അല്പം മതി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഏറ്റവും കൂടുതൽ ആളെപ്പോഴും സച്ചിൻ വന്നപ്പോ ഇല്ല, ക്രിക്കറ്റ് കളിക്കാരനാണ്. മറഡോണ വന്നപ്പോഴും ഇത്ര ആളില്ല. പോൺ സ്റ്റാർ വന്നപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ആള്. ഇതൊക്കെ പറയാതിരിക്കാൻ എങ്ങനെയാ? ഇത് പറഞ്ഞു കൊടുക്കണ്ടേ ഈ സമൂഹത്തിന്? പറഞ്ഞു കൊടുക്കണ്ടേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അത്തീബു, സുഗന്ധം, സുഗന്ധം, സയ്യിദുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ നബി തങ്ങൾ പറയുന്നു വന്നിസാഉ, എന്റെ സ്വന്തം ഭാര്യമാരാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. സ്വന്തം ഭാര്യമാരെ നബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ റസൂലിന് ഭയങ്കര പ്രിയം സ്വന്തം ഭാര്യമാരെ. അങ്ങനെ വേണം നമ്മൾ. സ്വന്തം ഭാര്യ വല്ലാതെ ഇഷ്ടപ്പെടുന്നവളാകണം. അവളെ എന്ത് പറഞ്ഞാലും ആ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നവനാകണം എന്ന് പറഞ്ഞ് ഭാര്യ സ്വന്തം ഭർത്താവിന്റെ പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവനും ആളുമാകണം. ആ ഭർത്താവിന്റെ സാമ്പത്തിക സ്രോതസ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നവളുമാകണം. ഇത്തരത്തിലുള്ളവർക്ക് വിജയമുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. വന്നിസാഉ, സ്വന്തം ഭാര്യമാരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതാരായി പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന് ഈ ലോകത്ത് ഇഷ്ടപ്പെടാൻ എന്തൊക്കെ സാധനങ്ങളുണ്ട്? ഈ ഭൗതിക ലോകത്ത്, ഈ ഉലകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആദ്യം സുഗന്ധം, രണ്ടാമത്തത് ഏത്? വന്നിസാഉ, എന്റെ സ്വന്തം ഭാര്യമാർ, അവരുമായി സംസാരിച്ചിരിക്കുക എനിക്ക് വലിയ പ്രിയമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. വേണം നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം അവരുമായി.
അല്ല, നമ്മൾ ഒറ്റയാനായിട്ട് അങ്ങനെ നടക്കാൻ പാടില്ല. അവരുമായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, ഭാര്യയോട് സംസാരിക്കണം, അവളുടെ വിഷമൊക്കെ കേൾക്കുന്നവരാകണം, അവളുടെ പ്രയാസങ്ങൾ പറയാൻ ആകെ കൂടിയുള്ളത് നീയാണ്. നീ പകലന്തിയോളം പോയി പണിയെടുത്തിട്ട് വന്ന് ക്ഷീണിതനാണെങ്കിൽ കൂടി നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് 1 മണിക്കൂറെങ്കിലും സംസാരിക്കാൻ, അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാൻ, നാളത്തെ കാര്യങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യാൻ അവളുമായി ഇരുന്നു കൊടുത്ത് സംസാരിക്കാൻ തയ്യാറാവണം നീ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നബി തങ്ങൾ അതിന് സമയം കണ്ടെത്തിയിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി. തീർന്നില്ല, നബി തങ്ങൾ പറയുന്നു, മൂന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടം വഖുറത്തു ഐനി ഫിസ്സലാ, നമസ്കാരത്തിൽ കൺകുളിർമയാകലാണ്. അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. ബാക്കി 2 ഉസ്താദ് പറഞ്ഞു വേണേ നമ്മൾ അത്തറും അടിച്ച് പെണ്ണുമുള്ള എടുത്തു തന്നെ നമ്മൾ ഇരുന്നോളാം. പക്ഷെ മൂന്നാമത്തതാണ് വലിയ വിഷയം. വഖുറത്തു ഐനി ഫിസ്സലാ, നമസ്കാരത്തിൽ കൺകുളിർമയാകുക എനിക്ക് ഏറ്റവും ഇഷ്ടം സയ്യിദുനാ റസൂലുള്ളാഹി. അത് ഇഷ്ടപ്പെടണം നമ്മൾ. നബി തങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടതായ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, അലിയാരെ തങ്ങൾ മരുമകനാണ്. മാ ഹുബ്ബിബ ഇലൈക മിൻ ദുനിയാക യാ അലി, അലിയേ അലിയേ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോൾ അലി റളിയല്ലാഹു തആല പറയുകയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടത് 3 കാര്യമാ. ഇക്റാമുൽ ലൈഫി വല്ലർബു ബിസൈഫി. എനിക്ക് 3 കാര്യങ്ങൾ ഇഷ്ടമാണ്. അസ്സൗമു ഫിസ്സൈഫി വഇക്റാമുൽ ലൈഫി വല്ലർബു ബിസൈഫി. ഭയങ്കര സാഹിത്യകാരനാണ് ആര്? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു. 1 അസ്സൗമു ഫിസ്സൈഫി, നല്ല ചൂടുള്ള കാലഘട്ടത്തിൽ നോമ്പ് പിടിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. 2 വല്ലർബു ബിസൈഫി, ശത്രുവിന്റെ തല കൊയ്തെടുക്കലാണ്, വാളുകൊണ്ട് വെട്ടികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കണ്ടോ ഇപ്പൊ പലരും പറയും, കണ്ടില്ലേ ഞങ്ങൾ പറഞ്ഞത് തന്നെ വന്ന്. ഇസ്ലാമിന് ഏറ്റവും ഇഷ്ടം എന്താണ്? വാളുകൊണ്ട് ശത്രുവിന് യുദ്ധം ചെയ്യലാന്നാ. കണ്ടില്ലേ എന്ന് പറയണ്ട. അത് പറയണമെങ്കിൽ അലി റളിയല്ലാഹു അൻഹു ആരാണെന്ന് പഠിക്കണം. ഈ പറഞ്ഞ വ്യക്തി ആരാണെന്ന് പഠിക്കണം. ആരാണ് അലി റളിയല്ലാഹു അൻഹു? അലി റളിയല്ലാഹു അൻഹു ആരാണ്? അലി റളിയല്ലാഹു തആല അൻഹു ശത്രുവിനെ ഇതാ മലർത്തിയടിക്കുകയാണ്. ഒരു യുദ്ധത്തിൽ ശത്രുവിനെ മലർത്തിയടിച്ചിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കയറിയിരുന്നു കൊണ്ട് കടാരയെടുത്ത് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് കുത്താൻ തുനിഞ്ഞപ്പോ ആ ശത്രു അതാ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു ഉടനെ എഴുന്നേറ്റ് മാറിയിട്ട് പറയുകയാണ്, ഖുമ്മനി, എഴുന്നേറ്റ് പൊയ്ക്കോളുക, എഴുന്നേറ്റ് പോകണേ. കൂട്ടുകാരൻ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എന്താണ് അലിയെ നീ കാണിച്ചത്? 10 മിനിറ്റ് എടുത്തുകൊണ്ട് ആ ശത്രുവിനെ നിലത്തടിക്കാൻ വേണ്ടി പ്രയാസപ്പെട്ട് അദ്ദേഹത്തെ നിലത്തടിച്ചിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കയറിയിരുന്നു കൊണ്ട് കത്തിയെടുത്തുകൊണ്ട് കടാരയെത്തുകൊണ്ട് അവന്റെ നെഞ്ചത്ത് കുത്താൻ വേണ്ടി തുനിഞ്ഞപ്പോ എന്തിനാണ് നിങ്ങളൊന്ന് മാറിക്കളഞ്ഞത് അലിയെ എന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു തആല പറയുകയാണ്, ഞാൻ അവന്റെ നെഞ്ചത്തേക്ക് കുത്താൻ വേണ്ടി പോയപ്പോ എന്റെ മുഖത്തേക്ക് അവൻ കാർക്കിച്ചു തുപ്പി. ഞാനും അവനുമായിട്ടുള്ള പ്രശ്നം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ വിഷയമാ. അവൻ കലിമ ഉച്ചരിച്ചാൽ ഞാൻ അവനെ ചേർത്തു പിടിക്കുമേ. പക്ഷേ അവന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയപ്പോ ആ തുപ്പിയതിന്റെ കാരണമായിട്ടെങ്ങാനും എന്റെ കുത്തിന്റെ ശക്തി ഒന്ന് വർദ്ധിച്ചു പോയാൽ അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഹിസാബ് പറയുമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്നെ തുപ്പിയതിന്റെ ദേഷ്യത്തിലെങ്ങാനും ആ കുത്തൊന്ന് അല്പം കൂടിപ്പോയാൽ, ഇതിന്റെ മുറിവ് ഒരല്പം ഒന്ന് കൂടിപ്പോയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ എനിക്ക് ഹിസാബ് നിൽക്കേണ്ടി വരും. അവനെ തുപ്പിയത് കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവനോട് പൊക്കോളാൻ പറഞ്ഞത്. അവൻ പോവുകയും ചെയ്തു, വേറെ സ്വഹാബത്തിന്റെ വെട്ടേറ്റ് മരിക്കുകയും ചെയ്തു. ചിലപ്പോൾ അതിങ്ങനെ ചിന്തിച്ച് ചിലര് ഇങ്ങോട്ട് തിരിച്ചു വരാതാവും. എന്തു പറ്റി? അയ്യോ അയാൾ രക്ഷപ്പെട്ടല്ലോ പടച്ചവൻ, അയാൾ ഇപ്പോൾ എല്ലാം ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചിരിക്കണ്ട, അയാൾ തീർന്ന്. പക്ഷെ എന്ത് പറ്റി? അലി റളിയല്ലാഹു അൻഹു പിന്നെ അവനെ തൊട്ടില്ല. എന്താ കാരണം? ഞാൻ അവനെ ഇനി വെട്ടുന്ന സന്ദർഭത്തിൽ എനിക്കല്പം ദേഷ്യം എന്റെ മനസ്സിൽ കടന്നു വന്നിട്ട് എന്നെ തുപ്പിയല്ലടാ എന്നുള്ള ദേഷ്യത്തിൽ ഞാൻ അവനെ കുത്തിയാൽ ആ കുത്തിന്റെ ആഘാതത്തിലാണ് അവൻ മരിക്കുന്നതെങ്കിൽ എനിക്ക് അല്ലാഹു കൂലി തരൂല. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിൽ അധിഷ്ഠിതമായ ദീനാണ്. ഇതാണ് തൗഹീദ്. നമ്മളാണെങ്കിലോ, ഏടാ ഹയവനെ നീ എന്നെ തുപ്പല്ലേടാ, ഒരു 10 കുത്തും കൂടെ കൊടുത്തിട്ട് എഴുന്നേറ്റു. തുപ്പിക്കഴിഞ്ഞാൽ തീർന്നു.
അത് മനസ്സിലാക്കേണ്ട വ്യത്യാസം. അപ്പൊ അങ്ങനത്തെ അലി റളിയല്ലാഹുവിന് പറയാണ് എന്ത്, അസ്സൗമു ഫി സൈഫി, എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്ക് നല്ല ചൂടുള്ള സമയത്ത് നോമ്പ് പിടിക്കലും വല്ലറുബു ബി സൈഫി, വാളുകൊണ്ട് ശത്രുവിന്റെ തല കൊയ്തെടുക്കലുമാണ്. മൂന്നാമത്തത് അസ്സൗമു ഫി സൈഫി വ ഇക്റാമുൽ ലൈഫി, അതിഥികളെ സൽക്കരിക്കലാണ്, അതിഥികളെ സൽക്കരിക്കുക. ഈ മൂന്ന് കാര്യം എനിക്ക് പ്രിയമുള്ളതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഞാൻ നിർത്താൻ എന്നെ സമയം ദീർഘിപ്പിക്കുന്നില്ല. 3 മണിക്കൂർ എത്തി. പോരെ നൗഷാദ്? 1 മണിക്കൂർ കൂടെ വേണോ? ഇനി നിർത്താൻ വേഗം നിർത്തും. ഇവിടെ ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാം. നാളെ എനിക്ക് കിഴക്കോത്ത് മക്കാമ്പൊരു വാദമുള്ളതാണ്. ഞാൻ ഏകദേശം ഇപ്പം അടുപ്പിച്ച് വാദം തുടങ്ങിയിട്ട് 1.5 മാസമായിട്ട് അടുപ്പിച്ച് വാദമാണ്. ഒറ്റ ദിവസം മുടങ്ങാതെ എല്ലാ ദിവസവും ചെല്ലുന്നിടത്തൊക്കെ അവർക്ക് എന്താണ്. ഞാൻ ഇവിടെ മാത്രമേ ഇപ്പം കൂടുതൽ സമയം, കഴിഞ്ഞ കൊല്ലം 4 മണിക്കൂർ വാദം പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം എന്നാൽ ഈ കൊല്ലമെങ്കിലും 1 മണിക്കൂർ കൊണ്ട് നിർത്താമെന്ന് കരുതുമ്പോൾ അതും പറ്റൂല. അതിനിടയ്ക്ക് ഇവർ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് 5 മണിക്കൂർ വാദം എന്നൊക്കെ. അതായത് എനിക്ക് ഏറ്റവും വലിയ രസമാണ്. സംഘാടകർ തന്നെ എന്ത് ചെയ്താണ്, നല്ല ടൈപ്പ് ചെയ്തിട്ട് ഇവരിട്ടേക്ക് 5 മണിക്കൂർ കുമ്മനം ഹുസൈൻ്റെ പ്രസംഗമാണ്. ഇതൊക്കെ കണ്ടവരുണ്ടാവും. അവർ കരുതും അല്ലാഹ് ഇപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ എങ്കിലും കരുതിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തായാലും നമ്മൾ കോമഡി തമാശയൊന്നുമില്ല. ഈ 3 മണിക്കൂർ ഉപകാരപ്പെടും, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആനും ഹദീസും വെച്ചല്ലേ പോകുന്നത്, ശ്രദ്ധിക്കും. ഞാനിത് പറഞ്ഞു കൊണ്ടുവരുന്നതിന്റെ അവസാനത്തെ ഭാഗം ഒരു സംഭവമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞത്, അതിനുവേണ്ടി ഇതിങ്ങനെ കൊണ്ടുപോകുന്നത്. ഓരോ പ്രവാചകരോട് ഓരോ സഹാബത്തിനോട് ചോദിക്കുന്നത് നിനക്കെന്താ ഇഷ്ടം. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയും എനിക്കിഷ്ടം ഇന്നതാണ്. അത് പറയാനാണ് ഞാനിത് കൊണ്ടുപോകുന്നത്. അല്ല ഇപ്പൊ എന്താ ഉസ്താദ് പിന്നെ നബിയെ പറ്റി പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പോയതെന്ന് ചിന്തിക്കണ്ട. അതാണ് ഈ പറയുന്നത്. അലി റളിയല്ലാഹു പറഞ്ഞു 3 കാര്യം ഇഷ്ടം. 1, നല്ല ചൂടുള്ള കാലഘട്ടത്തിൽ നോമ്പ് പിടിക്കുക. 2ാമത്തത് അതിഥികളെ സൽക്കരിക്കുക. തീർന്നില്ല, വല്ലറുബു ബിസൈഫി, വാളുകൊണ്ട് ശത്രുവിന്റെ തല കൊയ്തെടുക്കുക. 3 കാര്യങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ അടുത്ത സ്വഹാബിയോട് ചോദിച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് ചോദിച്ചു, മഹബ്ബുബ ഇലൈക മിൻ ദുനിയാക യാ ഉസ്മാൻ, ഉസ്മാൻ നിനക്കെന്താ ഇഷ്ടം പറ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്കിഷ്ടം 3 കാര്യങ്ങളാണ്. ഇക്സാഉൽ ആരി വ ഇർവാഉൽ ലംആനി, എനിക്ക് ഇഷ്ടം 3 കാര്യങ്ങൾ. 1, ഇക്സാഉൽ ആരി, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് വസ്ത്രം ധരിപ്പിക്കലാണ്. ശ്രദ്ധിക്കണേ, ആര്? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഈ പ്രവർത്തനം നടത്തുന്ന എത്രയോ സംഘടനാ പ്രാസ്ഥാനിക നേതാക്കളുണ്ട്. രോഹിംഗ്യൻ ജനതയ്ക്ക് വേണ്ടി വസ്ത്രം കൊണ്ടുപോയ ആളുകൾ നമ്മുടെ നാട്ടിലില്ലേ? അള്ളാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. അതങ്ങനെയാണ്, വസ്ത്രമില്ലാത്ത ആളുകൾക്ക് വസ്ത്രം നൽകുക. തീർന്നില്ല, വിശന്നവന് വയറ് നിറച്ച് ആഹാരം കൊടുക്കുക. അതെനിക്ക് വലിയ ഇഷ്ടമാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. വയറ് നിറച്ച് ദാഹിച്ചവന് വെള്ളം കൊടുക്കുക, എനിക്ക് വലിയ പ്രിയമാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഈ 3 കാര്യമാണ് എനിക്ക് ഏറ്റവും പ്രിയം. ബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത ആളോട് ചോദിച്ചു, മഹബ്ബിബ ഇലൈക യാ ഉമർ, ഉമറേ ദുനിയാവിൽ നിന്ന് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മറുപടി നൽകുകയാണ്, അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകരി വൽ ഖിയാമു ബി അംരില്ലാഹ് വൽ ഖിയാമു ബി അംരില്ലാഹ്. 3 കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടം. 1, അൽ അംറു ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കലാണ്. 2, വന്നഹിയു അനിൽ മുൻകരി, തിന്മ കൊണ്ട് വിരോധിക്കലാണ്. ജനങ്ങളെ തിന്മയിൽ നിന്ന് വിരോധിക്കുക. അത് പാടില്ല. കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് പറയുക. നമസ്കരിക്കുക, നോമ്പ് പിടിക്കുക, അതിനു വേണ്ടി കൽപ്പിക്കുക. അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. തീർന്നില്ല, 3ാമത്തത് വൽ ഖിയാമു ബി അംരില്ലാഹി, അള്ളാഹുവിന്റെ കാര്യങ്ങളെ നടപ്പിലാക്കുക. എന്തെങ്കിലും റബ്ബിന്റെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് സമൂഹത്തിൽ നടപ്പിൽ വരുത്തുക. അതും എനിക്ക് വലിയ പ്രിയമാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇനി ആകെ ഉള്ളത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉറക്കെ പറഞ്ഞേ പറ്റൂ, കാരണം അദ്ദേഹത്തെ പോലെ വേറൊരു വ്യക്തിയില്ല. അബൂബക്കർ സിദ്ദീഖ്. നബി തങ്ങളുടെ മദ്ഹ് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാതിരിക്കാൻ പറ്റൂല. അദ്ദേഹം അത്രമേൽ പ്രധാനമായ വ്യക്തിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്,
മാ ഹുബ്ബിബ ഇലൈക മിൻ ദുനിയാക യാ അബൂബക്കർ, അബൂബക്കരെ നിങ്ങളുടെ ദുനിയാവിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? നബി തങ്ങൾ പറഞ്ഞു, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മാത്രമാണ്. എന്താണ് നിനക്കിഷ്ടം? ഫഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ അന്നദറു ഇലാ വജ്ഹിക, എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടുത്തെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ്. ഇമ പറ്റാതെ കണ്ണ് ചിമ്മാതെ എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ മുഖത്ത് നോക്കിയിരിക്കലാണ് ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും പ്രിയമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന അഴീക്കോട് ചട്ടിയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, നമ്മളും സ്നേഹിക്കേണ്ടത് അബൂബക്കറിന്റെ ഇഷ്ടമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നദറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അവിടുത്തെ മുഖത്ത് നോക്കിയിരിക്കലാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തീർന്നില്ല, വീണ്ടും പറയുകയാണ്, വജമുൽ മാലി ലിൽഇൻഫാഖി അലൈക, തങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി സമ്പത്തിനെ ഒരുമിച്ച് കൂട്ടലാണ് നബിയേ. വജമുൽ മാലി ലിൽഇൻഫാഖി അലൈക, തങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കലാണ് നബിയേ. അതിൽ നിന്ന് കിട്ടുന്ന സമ്പത്തെല്ലാം തങ്ങൾക്കാണ്. തീർന്നില്ല. വതവസ്സുലു ബിഖറാബതിക, തങ്ങളുടെ കുടുംബ ബന്ധം ചേർക്കലുകൊണ്ട്, തങ്ങളുടെ കുടുംബത്തെ സഹായിക്കലുകൊണ്ട് തങ്ങളുടെ സംതൃപ്തി നേടലാണ് നബിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യമെന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് വഫാത്തിന്റെ നേരത്ത് പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുകയാണ്. ആരാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ? കിസ്റയുടെയും കൈസറിന്റെയും കോട്ടകൊത്തകങ്ങളെ കിടുകിടാ വിറപ്പിച്ച വ്യക്തിയല്ലയോ ഉമർ ബിൻ ഖത്താബ്? അദ്ദേഹം പറയുകയാണ്, ലലൈലത്തു അബീ ബക്കറിൻ ഖൈറും മിൻ ഉമരി ഉമറ, ഉമറിന്റെ ആയുസ്സിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അബൂബക്കറിന്റെ രാവാണ്, അബൂബക്കറിന് കിട്ടിയ രാത്രിയാണ്. ലലൈലത്തു അബീ ബക്കറിൻ ഖൈറും മിൻ ഉമരി ഉമറ, ഈ പാവപ്പെട്ട ഉമറിന് കിട്ടിയ ആയുസ്സിനേക്കാൾ, ഉമറിന്റെ ആയുസ്സിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അബൂബക്കറിന് കിട്ടിയതാകുന്ന രാവാണ്. ആരാണ് പറയുന്നത് സഹോദര? ആരാണ് മരണക്കടക്കയിൽ കടന്നുകൊണ്ട് ഈ വർത്തമാനം പറയുന്നത്? യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരു പട്ടി കടന്നുകൊണ്ട്, നായ കടന്നുകൊണ്ട്, വിശന്ന് വലഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോയാൽ അതിന്റെ ഉത്തരവാദിത്വം നാളെ റബ്ബിനോട് പറയേണ്ടി വരുമോ എന്ന് പേടിച്ചുകൊണ്ട് പാതിരാത്രി സമയത്ത് പോലും വേഷപ്രച്ഛന്നനായി ഇറങ്ങിക്കൊണ്ട് ജനങ്ങളുടെ വേഷങ്ങള്, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെ തീർത്തു കൊടുത്ത ഉമർ ബിൻ ഖത്താബ് അദ്ദേഹം പറയുകയാണ്, അബൂബക്കറിന്റെ രാവാണ് എനിക്ക് കിട്ടിയതാകുന്ന ഈ രാവുകളേക്കാൾ, ഈ ആയുസ്സിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് ഉമർ ബിൻ ഖത്താബ്. ഏത് രാവാണ് സഹോദര? ഏത് രാവിനെ കുറിച്ചാണ് പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഗാറ് സൗറിൽ കിട്ടിയതായ, സൗർ ഗുഹയിൽ കിട്ടിയതാകുന്ന രാവാണ്. ആ ഗുഹയുടെ മുഖത്തേക്ക് എത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞില്ലയോ, ലാ തൻസിൽ ഹത്താ അദ്ഖുല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ തങ്ങൾ കടക്കല്ലേ നബിയേ, തങ്ങൾ ഈ ഗുഹയിലേക്ക് പ്രവേശിക്കല്ലേ നബിയേ, ഞാൻ കടക്കട്ടെ ആദ്യം, കാരണം ഈ ഗുഹയ്ക്കുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് തങ്ങൾക്കറിയില്ല നബിയേ, എന്ത് കടിച്ചാലും എനിക്ക് പ്രശ്നമല്ല നബിയേ, തങ്ങളുടെ സുരക്ഷിതത്വമാണ്, തങ്ങളുടെ ഹിഫാദത്താണ് എന്നിൽ നബിയേ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടക്കുകയാണ്.
ആ ഗുഹയ്ക്കുള്ളിലാകുന്ന ദ്വാരങ്ങള് തന്റെ തുണി വലിച്ചു കീറിയിട്ട് മാനവരുകൾ മറയ്ക്കുകയാ. ഒരു ദ്വാരം മാത്രം ഇതാ തുണിയില്ലാത്തത് കൊണ്ട് ആ ദ്വാരം തുറന്നു കിടന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചകത്തേക്ക് കയറ്റിയിട്ട് നബി തങ്ങളെ മടിയിൽ കിടത്തിക്കൊണ്ട് തലോടിക്കൊണ്ട് ഉറക്കുകയാ. ആ ദ്വാരത്തിലേക്ക് തന്റെ കാലിന്റെ തള്ളവിരൽ വെക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ്. പറയാതിരിക്കാൻ കഴിയില്ല സഹോദര, കേൾക്കാതിരിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ട ഉമ്മ. കാതുമുളച്ച കാതു മുതൽ കേൾക്കുന്നതായ കഥയാണെങ്കിലും ഇതൊരു കെട്ടുകഥയല്ല, കെട്ടുകഥയല്ല. ഇത് ലോകത്തിന്റെ നായകനെ സംരക്ഷണത്തിന്റെ വലയം തീർത്ത കഥയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അതാ കാലിലേക്ക് സർപ്പം കൊത്തുകയാണ്, ആഞ്ഞാന് കൊത്തുകയാണ്. അദ്ദേഹം കാലെടുക്കുന്നില്ല, കാലെടുക്കുന്നില്ല. കാല് നീല നിറമാകുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് അബൂബക്കറിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് വീഴുകയാണ്. വേദന കൊണ്ട് പൊളയുന്ന അബൂബക്കർ, വിഷം തീണ്ടുന്ന അബൂബക്കർ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, മാലകയാ അബൂബക്കർ, അബൂബക്കറേ, അബൂബക്കറേ, എന്ത് പറ്റി അബൂബക്കറേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് കാര്യം പറയുകയാണ്. ഫഅദ്ഖല സബാബതഹു ഇലാ ഫമിഹി. അല്ലാഹുവിന്റെ റസൂല് തന്റേതാകുന്ന ചൂണ്ടുവിരൽ വായിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്, ഉമിനീരെടുക്കുകയാണ്. ആ ഉമിനീര് വിരലിലേക്ക് തേച്ചു കൊടുക്കുകയാണ്. ഏതൊരു തള്ളവരിലാണോ കടിയേറ്റത്, ഏതൊരു തള്ളവരിലാണോ വിഷബാധ ഏറ്റത്, ആ കാലിലേക്ക് തേച്ചു കൊടുത്തപ്പോ പരിപൂർണമായി ശിഫയാവുകയാണ്. പരിപൂർണമായി ശിഫയായി. നബിതങ്ങളോടൊപ്പം കഴിയാൻ കിട്ടിയ രാത്രി, ആ രാത്രിയെ കുറിച്ചാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലലൈലത്തു അബീ ബക്കറിൻ ഖൈറും മിൻ ഉമരി ഉമർ. പഠിക്കേണ്ട പാഠമാണ്. അബൂബക്കറിന് കിട്ടിയ ഒരൊറ്റ രാത്രി ഉമറിന്റെ ആയുസ്സിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാ. ഭയങ്കര വാക്കാണത്. ഉമർ റളിയല്ലാഹു അൻഹു ആരാ? ഒരൊറ്റ വഖത്ത് ഖളാക്കാത്ത മനുഷ്യൻ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാം, അബൂബക്കറിന് കിട്ടിയ രാവ് ആ ഒരൊറ്റ രാവിനോളം വരും. എന്റെ ഈ ദുനിയാവിലെ മുഴുവൻ ആയുസ്സിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠത ഉമർ ഇബ്നുൽ ഖത്താബ്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നത്, അന്നദുറു ഇലാ വജ്ഹിക, എനിക്ക് ഏറ്റവും ഇഷ്ടം തങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കലാണ് നബിയെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വജംഉൽ മാലി ലിൽ ഇൻഫാഖി അലൈക, തങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടാലും എന്റെ സമ്പത്ത് മുഴുവനും ഒരുമിച്ച് കൂട്ടുന്നത് തങ്ങൾക്ക് വേണ്ടിയാണ് നബി. വത്തവസ്സുലു ബി ഖറാബതിക, തങ്ങളുടെ കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതിനുവേണ്ടി എന്റെ സമയങ്ങൾ മുഴുവനും ചെലവഴിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നബിയെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമുക്കാകാൻ സാധിക്കുമോ സഹോദരങ്ങളെ? നമുക്കാകാൻ സാധിക്കുമോ? നമ്മൾ ഈ സദസ്സ് കൊണ്ട് നേടിയെടുക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്, അനുരാഗമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തലമുറയ്ക്ക് പിന്നീട് ഇന്ന് വരെ വിഷം തീണ്ടിയിട്ടില്ല, ഇന്ന് വരെ വിഷം തീണ്ടിയിട്ടില്ല. പാമ്പ് കടിച്ച പാമ്പ് ചത്തുപോകും. എന്താ കാരണം? നബിതങ്ങള് അദ്ദേഹത്തിന്റെ കാലിലേക്ക് ശറഫാക്കപ്പെട്ട ഉമിനീര് തേച്ചു കൊടുത്തു. ഒരൊറ്റ ബേസ്, ഒരൊറ്റ കാരണം കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് എന്ന പരമ്പര ഇന്നുകൊണ്ട് അവർക്ക് വിഷബാധ ഏൽക്കൂല. എന്താ കാരണം? അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമിനീരിന്റെ പവറാണത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇത് വെറുതെ പറയല്ലോ, ഇതൊക്കെ ചരിത്രം സാക്ഷിയല്ലേ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മരിളൽ ഹബീബു ഫസുർതുഹു ഫമരിൽതു മിൻ അസഫി അലൈ ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫീതു മിൻ നളരി ഇലൈ. ഭയങ്കര വാക്കാണ്. മരിളൽ ഹബീബു ഫസുർതുഹു ഫമരിൽതു മിൻ അസഫി അലൈ ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫീതു മിൻ നളരി ഇലൈ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ കാണാൻ വേണ്ടി ചെന്നു. ആ പ്രവാചക പൊങ്കവനെ കണ്ടപ്പോൾ നബിതങ്ങൾ സുഖമില്ലാതെ കിടക്കുന്നത് കണ്ടതാകുന്ന എനിക്ക് പെട്ടെന്ന് അസുഖബാധിതനായി, ഞാൻ സുഖമില്ലാതായി. ശുഫിയൽ ഹബീബു, നബിതങ്ങൾ ശുഭപ്പെട്ടു, രോഗശമനമായി. ഫസാറനി, എന്നെ നബിതങ്ങൾ സന്ദർശിച്ചു. ഫശുഫീതു മിൻ നളരിയിലൈ, നബിതങ്ങളിലേക്ക് നോക്കലുകൊണ്ട് തന്നെ എന്റെ രോഗം ശമനമായി. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ദുനിയാവിൽ അന്നദുറു ഇലാ വജ്ഹിക, തങ്ങളുടെ മുഖത്ത് നോക്കല. ആ മുഖത്തേക്ക് നോക്കിയപ്പോ എന്റെ അസുഖം മാറി.
ഇതാവണം സഹോദരങ്ങളെ നമ്മൾ. അള്ളാഹു തൗഫീഖ് തരട്ടെ.